സാന്ത്വനം സീരിയലിന്റെ വരുവാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് റിവ്യൂവിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ദേവി വല്ലാത്ത പരിഭ്രമത്തിൽ തന്നെയാണ്. വീട്ടിലിരുന്ന തന്റെ ആധാർ കാർഡ് ഇപ്പോൾ ദേവമംഗലത്ത് എത്തിയിട്ടുണ്ട്. പക്ഷേ തന്റെ കയ്യിൽ അത് ഇപ്പോഴും കിട്ടിയിട്ടില്ല. ഇപ്പോഴും അത് ആകാശിന്റെ പേഴ്സിൽ തന്നെ ഇരിക്കുകയാണ്. രാത്രിയിൽ ആകാശോ മീനാക്ഷിയോ ആധാർ കാർഡ് പരിശോധിച്ചാൽ അതോടുകൂടി എല്ലാം കഴിയും. വലിയ പ്രശ്നങ്ങൾ സംഭവിക്കും. ചിലപ്പോൾ കള്ളം പറഞ്ഞ ആനന്ദേട്ടനെ കല്യാണം കഴിച്ചതിന് എന്നെ പുറത്താക്കുക പോലും ചെയ്യും. അതുകൊണ്ട് അവർ കാണുന്നതിന് മുൻപ് എങ്ങനെയെങ്കിലും ആ കാർഡ് കൈക്കലാക്കിയേ പറ്റൂ. പക്ഷേ അവരവരുടെ മുറിയിലേക്ക് കടന്നു പോവുകയും ചെയ്തു. ഇനി എങ്ങനെയാണ് ഈശ്വര അത് എടുക്കാൻ പറ്റുക? ഈ ചിന്തയിൽ ദേവി അങ്ങനെ തല പുകയ്ക്കുകയാണ്. ഈ സമയത്ത് ആകാശും ആര്യനും ധർമ്മനും കൂടി പുറത്തു നിന്നുകൊണ്ട് സംസാരിക്കുന്നുണ്ട്. അവർ സംസാരിക്കുന്ന കാര്യം ബാലന്റെ അക്കൗണ്ടിൽ നിന്നും 10,000 രൂപ ആര്യൻ അടിച്ചു മാറ്റിയതിനെ കുറിച്ചുള്ള ചർച്ചയാണ്. ധർമ്മൻ പറയുകയാണ്, എടാ ആര്യ, അളിയൻ വളരെ കൃത്യമായിട്ട് നിന്റെ മുഖത്തേക്ക് തന്നെ വിരൽ ചൂണ്ടി. കാരണം അളിയന് നിന്നെ അത്രമാത്രം മതിപ്പാണ്. എന്നാലും എനിക്ക് മനസ്സിലാകാത്ത കാര്യം ഇത്രയും കൃത്യമായിട്ട് അളിയൻ കള്ളനെ എങ്ങനെ മനസ്സിലാക്കി എന്നുള്ളതാണ്. അപ്പോൾ ആര്യൻ, ദേ മാമ, കൂടുതൽ അങ്ങ് കയറി ഊതരുത് കേട്ടോ. എല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് ഒരുമാതിരി വർത്തമാനം പറഞ്ഞാലുണ്ടല്ലോ, ഞാൻ മാമനാണ് എന്നൊന്നും നോക്കില്ല. ആഹാ, അത് കൊള്ളാലോടാ. എന്താ നിനക്കെന്നെ തല്ലണോ? അല്ല, തല്ലണോടാ? അതെ, അളിയന്റെ അടുക്കൽ പോയിട്ടേ ഇപ്പൊ തന്നെ കാര്യങ്ങളെല്ലാം ഞാൻ തുറന്നങ്ങ് പറഞ്ഞു കളയും. അതോടുകൂടി നിന്റെ മുട്ടുകാല് അളിയൻ തല്ലി ഒടിക്കുകയും ചെയ്യും. മാമ, എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇനി അതിനപ്പുറത്ത് എന്തെങ്കിലും സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ വരുന്നിടത്ത് വെച്ചങ്ങ് കാണും, അത്രേ ഉള്ളൂ. പിന്നെ ആനന്ദേട്ടന്റെ ഒരു പ്രശ്നം വരുമ്പോൾ എനിക്കതെങ്ങനെയാണ് കണ്ടില്ല എന്ന് കരുതി നിൽക്കാൻ പറ്റുക? എന്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എടുത്തു കൊടുക്കുമായിരുന്നു. പക്ഷേ ഒറ്റ പൈസ എന്റെ കയ്യിൽ ഇല്ലാതെ പോയി. പിന്നെ ചിന്തിച്ചപ്പോൾ ഈ ഒരു മാർഗം മാത്രമേ മുൻപിലുണ്ടായിരുന്നുള്ളൂ. അത് സാരമില്ല, ഇനിയിപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ എന്തെങ്കിലും മാർഗം ഞാൻ തന്നെ കണ്ടെത്തിക്കോളാം. നിങ്ങളാരും അതോർത്ത് പേടിക്കണ്ട. അപ്പോൾ ആകാശ് ചോദിക്കുന്നുണ്ട്, എടാ നീ എന്ത് ചെയ്യുമെന്നാണ് ഈ പറയുന്നത്? നാളെ രാവിലെ അച്ഛൻ ബാങ്കിൽ പോയി അന്വേഷിക്കുമെന്നാണ് പറയുന്നത്. അവിടെ ചെന്നാൽ അവർ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അപ്പോൾ പിന്നെ നീ എന്തു ചെയ്യും? ഏട്ടാ, അതൊക്കെ ഞാൻ കൈകാര്യം ചെയ്തോളാം. ആനന്ദേട്ടൻ കരുതിയിരിക്കുന്നത് അത് ഞാൻ കൊടുത്ത പൈസയാണെന്നാണ്. തൽക്കാലം അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. അച്ഛൻ്റെ അക്കൗണ്ടിൽ നിന്ന് എടുത്തു കൊടുത്ത പൈസയാണെന്നൊന്നും ആനന്ദേട്ടൻ അറിയണ്ട. ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ആനന്ദ് അവരുടെ നടുവിലേക്ക് വരുന്നുണ്ട്. വന്നു നിന്നപ്പോൾ തന്നെ ആനന്ദ് ചോദിച്ചു തുടങ്ങുന്നത്, അല്ല മാമ, അച്ഛൻ്റെ അക്കൗണ്ടിൽ നിന്നും ഈ 10,000 രൂപ ഒറ്റയടിക്ക് എങ്ങനെയാണ് നഷ്ടപ്പെട്ടത്? എത്ര ചിന്തിച്ചിട്ടും എനിക്കത് മനസ്സിലാകുന്നില്ല. ആരായിരിക്കും അത് അടിച്ചു മാറ്റിയത്? ഉടനെ വെട്ടി തുറന്ന് ധർമ്മം പറയുകയാണ്, അതെ, ഈ നിൽക്കുന്ന നിന്റെ അനിയനാണ് എടുത്തത്. അയ്യോ എടാ ആര്യ, നീയാണോ ഈ 10,000 രൂപ എടുത്തത്? നീ ഇപ്പൊ എന്തിനാടാ ഇത്രയും പൈസ അച്ഛൻ അറിയാതെ അച്ഛൻ്റെ അക്കൗണ്ടിൽ നിന്നും എടുത്തത്? നിനക്കിപ്പോൾ എന്തിനാ ഈ 10,000 രൂപയുടെ ആവശ്യം? ഇത് കേട്ടിട്ട് മറുപടി ഒന്നും പറയാതെ ആര്യൻ അങ്ങനെ തന്നെ കുനിഞ്ഞു നിൽക്കുകയാണ്. ഈ സമയത്ത് ആനന്ദ് തന്റെ മനസ്സിൽ ചിന്തിക്കുകയാണ്, ഇനിയിപ്പോൾ ഈ 10,000 രൂപയാണോ അവൻ എനിക്ക് നൽകിയത്? എടാ ആര്യ, എനിക്ക് നീ നൽകിയ 10,000 രൂപ ഈ പണമായിരുന്നു അല്ലേ? ഇത് കേട്ടിട്ട് ആര്യൻ മറുപടി ഒന്നും പറയുന്നില്ല. എടാ നീ എന്തെങ്കിലും ഒന്ന് പറ, ഈ 10,000 രൂപ അച്ഛൻ്റെതായിരുന്നോ? അതെ ഏട്ടാ. ഹോ, ആകെ നശിപ്പിച്ചു. ഇനിയിപ്പോൾ അച്ഛൻ്റെ മുമ്പിൽ നിനക്ക് എങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റൂടാ? നീയാണ് ഈ പൈസ എടുത്തതെന്ന് അറിഞ്ഞാൽ ഇവിടെ ഇല്ലാത്ത പുകിലുകൾ മുഴുവൻ നടക്കും. നിന്നെ ആർക്കാണ് ഇനി സംരക്ഷിക്കാൻ പറ്റുക? പ്രത്യേകിച്ച് അച്ഛൻ്റെ മുമ്പിൽ നിനക്ക് വേണ്ടി എന്തെങ്കിലും ഒരു ന്യായീകരണം പറയാൻ ഇവിടെ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റുമോ? ഷെടാ, ഏത് നേരത്താണോ നിന്നോട് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ എനിക്ക് തോന്നിയത്? നീ ഇങ്ങനെയൊരു വഴിയിൽ കൂടിയാണിത് കണ്ടുപിടിക്കാൻ പോകുന്നതെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും അത് അനുവദിക്കില്ലായിരുന്നു. എടാ, നീ എന്തിനാണ് എനിക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്തത്? ഇതിന്റെ ഒരാവശ്യവും ഇല്ലായിരുന്നല്ലോ. നിന്റെ കയ്യിൽ പൈസ ഇല്ലാതിരുന്നപ്പോൾ നീ അതങ്ങ് പറഞ്ഞാൽ മതിയായിരുന്നു. എന്തു ചെയ്താലും കാശുണ്ടാക്കിയാലേ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ അച്ഛനോട് തന്നെ നേരിട്ട് ചോദിച്ചു വാങ്ങിച്ചേനെ. എന്തായാലും ഇനിയിപ്പോൾ ഒറ്റ മാർഗമേ ഉള്ളൂ ഞാൻ ചിന്തിച്ചിട്ട്. ഞാൻ തന്നെ അച്ഛൻ്റെ അടുക്കൽ പോയി ഉള്ള കാര്യമൊക്കെ തുറന്നങ്ങ് സംസാരിക്കാം. ഞാൻ ചോദിച്ചിട്ടാണ് നീ എനിക്ക് പൈസ തന്നത് എന്ന് അച്ഛനോട് ഞാൻ പറയാം. അത് കേൾക്കുമ്പോൾ ഒരു പക്ഷേ അച്ഛൻ ശാന്തനായേക്കാം. വേണ്ട ആനന്ദേട്ടാ, ആനന്ദേട്ടൻ ഒന്നും അച്ഛനോട് പറയണ്ട. കാര്യങ്ങളൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം. അതൊന്നും നീ പറഞ്ഞാൽ പറ്റില്ല. എനിക്ക് അച്ഛൻ്റെ മുമ്പിൽ ഇത് മറച്ചു വെക്കാൻ കഴിയില്ലടാ. അച്ഛൻ മനസ്സിലാക്കട്ടെ, എൻ്റെ കയ്യിൽ പൈസ ഇല്ലായിരുന്നുവെന്നും എൻ്റെ ബുദ്ധിമുട്ട് കണ്ടുകൊണ്ട് നീ ആ പണം എനിക്ക് എടുത്തുകൊണ്ട് തന്നതാണെന്നും. ആനന്ദേട്ടാ, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ഒന്നാമത് അച്ഛന് കണ്ണെടുത്താൽ എന്നെ കണ്ടുകൂടാ. അതിൻ്റെ കൂട്ടത്തിൽ ഈ 10,000 രൂപയുടെ പ്രശ്നം കൂടി പോയി പറഞ്ഞാൽ പിന്നെ ഇവിടെ എന്ത് സംഭവിക്കുമെന്ന് പ്രവചിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നാളെ നേരം വെളുക്കും വരെ സമയമുണ്ടല്ലോ. അതിനുള്ളിൽ എന്തെങ്കിലും മാർഗം ഞാൻ കണ്ടെത്തിക്കൊള്ളാം. അല്ലാതെ ഈ രാത്രി അച്ഛനെ ഇനിയും വിളിച്ചുണർത്തി ആനന്ദേട്ടൻ ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചാൽ ഞാൻ മാത്രമായിരിക്കില്ല ചീത്ത കേൾക്കാൻ പോകുന്നത്, ആനന്ദേട്ടൻ കൂടെ ആയിരിക്കും. എടാ ആര്യ, നിനക്കൊരു പ്രശ്നമുണ്ടാകുന്നത് കാണാൻ എനിക്കൊരു താല്പര്യവുമില്ല. മാത്രവുമല്ല, അച്ഛൻ നിന്റെ മുഖത്ത് നോക്കി വീണ്ടും വീണ്ടും നിന്നെ കള്ളൻ കള്ളൻ എന്ന് വിളിക്കും. ഇപ്പോൾ തന്നെ സ്വർണം മോഷ്ടിച്ച കള്ളനാണ് നീയെന്ന് പല ആവർത്തി അച്ഛൻ പറഞ്ഞു കഴിഞ്ഞു. ആ കൂട്ടത്തിൽ അച്ഛൻ ഇതും കൂടി എഴുതി ചേർക്കും. അതെനിക്ക് കേട്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ അച്ഛനോടെല്ലാം പറഞ്ഞോളാം. ആനന്ദേട്ടാ, ഞാൻ പറഞ്ഞില്ലേ, ഒന്നും സംഭവിക്കില്ല. രാവിലത്തേക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ ഒപ്പിച്ചോളാം.
ആനന്ദേട്ടൻ സമാധാനമായി പോയി കിടക്ക്. ഇത് പറഞ്ഞ് ആര്യൻ ഒരു വിധത്തിൽ ആനന്ദിനെ മുറിയിലേക്ക് പറഞ്ഞയക്കുകയാണ്. പക്ഷേ ഈ സമയത്തെല്ലാം ആധാർ കാർഡ് മാത്രം മനസ്സിലിട്ടുകൊണ്ട് ദേവി മുറിയിൽ കൂടി വെടികൊണ്ട പന്നിയെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞു നടക്കുകയാണ്. തുടർന്ന് ദേവി മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അങ്ങനെ താൻ ഹാളിലേക്ക് വരുമ്പോൾ പിന്നെയും ടേബിളിൻ്റെ പുറത്ത് ആകാശിൻ്റെ പേഴ്സ് ഇരിക്കുന്നു. ചുറ്റുപാടുകളൊക്കെ നോക്കിയിട്ട് പെട്ടെന്ന് ദേവി ഓടിച്ചെന്ന പേഴ്സ് കൈക്കലാക്കുന്നുണ്ട്. ഈ സമയത്ത് തന്നെ ആകാശ് അവിടേക്ക് കയറി വരുന്നു. ദേവിയുടെ കയ്യിൽ ആകാശിൻ്റെ പേഴ്സ് ഇരിക്കുന്നത് കണ്ടുകൊണ്ട് ആകാശ് ചോദിക്കുകയാണ്, ആഹാ ഏട്ടത്തി, അത് എൻ്റെ പേഴ്സ് അല്ലേ? അതെങ്ങനെയാണ് ഏട്ടത്തിയുടെ കയ്യിലെത്തിയത്? ഞാനാണെങ്കിൽ മുറിക്കകത്ത് അവിടെയും ഇവിടെയൊക്കെ കുറച്ചു നേരം ഇത് തപ്പി, എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങി വന്നതാണ്. ആ സമയത്താണ് ആര്യനും ആനന്ദേട്ടനും മാമനും കൂടി പുറത്തു നിന്ന് സംസാരിക്കുന്നത് കണ്ടത്. പിന്നീട് അവിടേക്ക് പോയി അവരുടെ കൂടെ സംസാരിച്ചങ്ങ് നിന്നുപോയി. അപ്പോൾ ദേവി പറയുകയാണ്, ഞാനിപ്പോൾ ഇങ്ങോട്ട് പുറത്തോട്ടിറങ്ങി വന്നപ്പോൾ ഈ പേഴ്സ് വിട്ടിരിക്കുന്നത് കണ്ടു. സാധാരണ അങ്ങനെ ഇവിടെ ആരും പേഴ്സ് കൊണ്ട് വെക്കാറില്ലല്ലോ. പതിവില്ലാതൊരു പേഴ്സ് ടേബിളിൻ്റെ പുറത്തിരിക്കുന്നത് കണ്ടപ്പോൾ അത് ആരുടെയാണെന്ന് അറിയാൻ എടുത്ത് നോക്കിയെന്നേ ഉള്ളൂ. അത് ശരി, ഏട്ടത്തിയെങ്കിൽ ആ പേഴ്സിങ് തന്നേരെ. ഇത് പറഞ്ഞുകൊണ്ട് ദേവിയുടെ കയ്യിൽ നിന്ന് വീണ്ടും ആകാശ് ആ പേഴ്സ് വാങ്ങുകയാണ്. ഉടൻ തന്നെ ആകാശിൻ്റെ ഫോണിലേക്ക് ആരുടെ ഒരു കോൾ വരുന്നുണ്ട്. ആകാശ് ഫോൺ അറ്റൻഡ് ചെയ്തുകൊണ്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഏതോ ഒരു ബില്ലിൻ്റെ കാര്യത്തെക്കുറിച്ച് ആരോ ചോദിക്കുകയാണ്. ഉടൻ തന്നെ സാർ ഇപ്പോൾ ഞാൻ പറയാം എന്ന് പറഞ്ഞുകൊണ്ട് ആകാശ് തൻ്റെ ഫോണ് തോളോട് ചേർത്ത് ചെവിയുമായി അമർത്തി വെച്ചതിന് ശേഷം ആ ബില്ലെടുക്കുവാൻ വേണ്ടി പേഴ്സിനകത്ത് പരതുകയാണ്. ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുകയാണ് ദേവി. ദേവി ഈ സമയത്ത് പെട്ടെന്ന് അവിടേക്ക് അടുത്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ആകാശ് എന്താണ് തപ്പുന്നത്? ഞാൻ സഹായിക്കണോ? പേഴ്സിനകത്ത് ബില്ലുണ്ടെങ്കിൽ ഞാൻ നോക്കിയെടുത്ത് തരാം, ആകാശ് സംസാരിച്ചോളൂ. അതൊന്നും വേണ്ട ഇടത്തി, ഞാൻ തന്നെ എടുത്തോളാം എന്ന് പറഞ്ഞ് ആകാശ് തുടർന്നും ആ ബില്ല് അതിൽ നിന്നും തപ്പിയെടുക്കുകയാണ്. ഈ സമയത്ത് മീനാക്ഷി അവിടേക്ക് വരുന്നുണ്ട്. ആകാശിൻ്റെ പുറകിന് ദേവി നടക്കുന്നത് കണ്ടിട്ട് മീനാക്ഷിക്ക് ആകെ ഡൗട്ട് അടിക്കുന്നുണ്ട്. തുടർന്ന് മീനാക്ഷി ദേവിയോട് ചോദിക്കുന്നുണ്ട്, എന്താ ഏട്ടത്തി, എന്താ പറ്റിയത്? ഏട്ടത്തി ഒരു സ്വസ്ഥതയില്ലാതെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നല്ലോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എനിക്കെന്ത് പ്രശ്നം? എനിക്കൊരു പ്രശ്നവുമില്ല. ചിലപ്പോൾ മീനാക്ഷിക്ക് തോന്നിയതായിരിക്കും. എനിക്ക് ഉറക്കം വരുന്നുണ്ട്, ഞാൻ പോയി കിടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് ദേവി അവിടെ നിന്ന് അങ്ങ് മുങ്ങുകയാണ്. ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് മീനാക്ഷി സ്വയം പറയുകയാണ്, ഇവരെന്തൊക്കെയാണ് ഈ കാട്ടിക്കൂട്ടുന്നത്? എന്തോ കള്ളത്തരങ്ങളൊക്കെ ഇതിൻ്റെ പിൻപിലുണ്ട്. തുടർന്ന് ദേവി തൻ്റെ മുറിയിലേക്ക് കയറി, പിന്നാലെ ആനന്ദ് കയറി ചെല്ലുന്നുണ്ട്. മുറിയിൽ നിന്നും ഇറങ്ങിപ്പോകുന്ന സമയത്ത് ആനന്ദിൻ്റെ മുഖത്ത് നല്ല സന്തോഷമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു സന്തോഷവുമില്ല. ഇത് കണ്ടപ്പോഴേക്കും ദേവിക്ക് വീണ്ടും അങ്ങ് വെപ്രാളം കയറുകയാണ്. ദേവി മനസ്സിൽ പറയുന്നുണ്ട്, ഒരു സംശയവുമില്ല, എൻ്റെ ആധാർ കാർഡ് ആകാശ് ആനന്ദേട്ടനെ കാണിച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ ആനന്ദേട്ടൻ ഇങ്ങനെ വിഷമിച്ചു വരില്ലല്ലോ. ദൈവമേ, ഞാനൊരു പൊട്ടി തന്നെയാണ്, എല്ലാം എൻ്റെ പ്രശ്നമാണ്. ഇതൊക്കെ ഞാൻ നേരത്തെ തന്നെ നോക്കേണ്ടതായിരുന്നു. ഇനിയിപ്പോൾ അനുഭവിക്കുക തന്നെ, അല്ലാതെന്താ. തുടർന്ന് ദേവി ആനന്ദിൻ്റെ അരികിലേക്ക് ചെന്നിട്ട് സങ്കടത്തോടെ ഇരുന്നു കൊണ്ട് ആനന്ദിനോട് പറയുകയാണ്, ആനന്ദേട്ടൻ്റെ മനസ്സിൽ ഇപ്പോൾ എന്താണുള്ളതെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ തെറ്റുപറ്റിപ്പോയി. ആ സമയത്ത് ഞങ്ങളുടെ മുൻപിൽ അതല്ലാതെ മറ്റൊരു മാർഗമില്ലായിരുന്നു ആനന്ദേട്ട. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഞങ്ങൾക്ക് ചെയ്യേണ്ടി വന്നത്. ഒരിക്കലും ആനന്ദേട്ടനെയും ഈ വീട്ടിലുള്ള ഒരാളെയും ചതിക്കണമെന്ന് ഞങ്ങൾ ആരും ആഗ്രഹിച്ചിട്ടില്ല. എല്ലാം സംഭവിച്ചു പോയതാ. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ആനന്ദേട്ടൻ എന്നോട് ദേഷ്യപ്പെടരുത്, എന്നെ ഉപേക്ഷിക്കരുത്. ആനന്ദേട്ടൻ എന്നോട് ക്ഷമിക്കണം. ഇതൊക്കെ കേട്ടിട്ട് ആനന്ദ് ഞെട്ടലോടുകൂടി ചോദിക്കുകയാണ്, ദേവി നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഞാൻ എന്തിനാണ് ദേവിയോട് ക്ഷമിക്കേണ്ടത്? അല്ല ആദർശേട്ടാ, അത് പിന്നെ ആധാർ കാർഡിൽ എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദേവി ഇത്രയും പറയുകയും ഉടൻ തന്നെ കതകിലാരോ മുട്ടുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. ഉടനെ ആനന്ദ് പോയി കതക് തുറക്കുമ്പോൾ ആകാശാണ് വാതിക്കൽ നിൽക്കുന്നത്. ആകാശ് ദേവിയുടെ ആധാർ കാർഡ് എടുത്ത് ആനന്ദിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറയുകയാണ്, ഏട്ടാ ഇത് ഏട്ടത്തിയുടെ ആധാർ കാർഡാണ്. ഇത് ഏട്ടൻ്റെ കയ്യിൽ തരാൻ ഏട്ടത്തിയുടെ അച്ഛൻ രാവിലെ തന്നെ ഏൽപ്പിച്ചതാണ്. പക്ഷേ വൈകിട്ട് വന്നിട്ടും ഇത്രയും നേരമായിട്ടും ഞാനതങ്ങ് മറന്നുപോയി. നിങ്ങൾക്ക് നാളെ വിവാഹ രജിസ്ട്രേഷന് വേണ്ടി പോകേണ്ടതല്ലേ? ഇപ്പോൾ കിടക്കാൻ തിരിഞ്ഞപ്പോഴാണ് ഞാൻ ഈ കാര്യം ഓർത്തത്. അതുകൊണ്ട് കയ്യോടങ്ങ് തന്നേക്കാമെന്ന് കരുതി. ചിലപ്പോൾ നേരം വെളുത്താൽ വീണ്ടും ഞാനങ്ങ് മറന്നുപോകും. ഇതൊക്കെ കണ്ടുകൊണ്ട് ദേവി അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ദേവി ചിന്തിക്കുകയാണ്, അയ്യോ, അപ്പോൾ ഇതുവരെ ആനന്ദേട്ടൻ്റെ കയ്യിൽ ആകാശ് ഈ ആധാർ കാർഡ് കൊടുത്തില്ലായിരുന്നു അല്ലേ? ദൈവമേ, ആനന്ദേട്ടൻ എല്ലാം കണ്ടു കാണുമെന്ന് കരുതിയാണല്ലോ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. ഇനിയിപ്പോൾ അതിൽ പിടിച്ചുകൊണ്ട് ആനന്ദേട്ടൻ എന്തെങ്കിലും എന്നോട് ചോദിക്കുവാവോ? എൻ്റെ ഭഗവതി, എന്നെ കൈവിടല്ലേ, ആകെ കുഴപ്പത്തിലാവുകയാണല്ലോ. ഈ സമയത്ത് വാതിക്കൽ നിന്നുകൊണ്ട് ആകാശ് വീണ്ടും ആനന്ദിനോട് ചോദിക്കുന്നുണ്ട്, ഏട്ടാ മറ്റേ കാര്യം ഏട്ടൻ അച്ഛനോട് പറഞ്ഞായിരുന്നോ? ഇല്ലടാ, അവനത് പ്രത്യേകം പറഞ്ഞായിരുന്നല്ലോ അച്ഛനോട് പറയരുതെന്ന്. ഞാനത് പലയാവർത്തി പറയട്ടെ എന്ന് ചോദിച്ചിട്ടും അവൻ എന്നെ വിലക്കിയതാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല. ശരി ഏട്ടാ. ഇത് പറഞ്ഞിട്ട് ആകാശ് മടങ്ങിപ്പോവുകയാണ്. തുടർന്ന് ദേവിയുടെ നേരെ തിരിഞ്ഞുകൊണ്ട് ആനന്ദ് പറയുകയാണ്, ദേവി നിന്റെ ആധാർ കാർഡുമായിട്ട് ആകാശ് വന്നതാണ്. അതെയോ, അത് ശരി. ഇത് പറഞ്ഞിട്ട് പെട്ടെന്ന് ആനന്ദിൻ്റെ കയ്യിൽ നിന്നും ആ ആധാർ കാർഡ് ദേവി തട്ടി കൈക്കലാക്കുകയാണ്. ഉടനെ ആനന്ദ് പറയുന്നുണ്ട്, അതെന്താ ദേവി നീ പെട്ടെന്ന് ഇത് തട്ടിപ്പറിക്കുന്നത് പോലെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിച്ചത്?
ഞാനതൊന്ന് കാണട്ടെ, അതിങ്ങോട്ടൊന്ന് തന്നേ. അത് പിന്നെ ആനന്ദേട്ടാ, അത് ആനന്ദേട്ടൻ ഇപ്പോൾ കാണണ്ട. അതിലെ ഫോട്ടോ ഉണ്ടല്ലോ, അത് കൊള്ളില്ല. അതാരെങ്കിലും കാണുന്നത് എനിക്ക് നാണക്കേടാണ്. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് അതിങ്ങി പിടിച്ചു വാങ്ങിയത്. അതിനിപ്പോൾ ദേവി നിന്റെ മുഖം തന്നെയല്ലേ അതിനകത്ത് വരിക. പിന്നെ വകതിരിവില്ലാത്തവരൊക്കെ ഫോട്ടോ എടുക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതിപ്പോൾ എല്ലാ ആൾക്കാരുടെയും ആധാർ കാർഡിൽ അങ്ങനെ തന്നെയാണ്. ഈ തിരിച്ചറിയൽ കാർഡ് എന്ന് പറയുന്നത് തന്നെ തിരിച്ചറിയാതിരിക്കാനുള്ള കാർഡാണെന്ന് ആൾക്കാർ പറയാറുണ്ട്. അതിലൊന്നും കാര്യമില്ല. ഞാനല്ലേ ദേവി കാണുന്നത്, മറ്റാരുമല്ലല്ലോ. അതുകൊണ്ട് നീ അതിങ്ങോട്ട് തന്നേ, ഞാനൊന്ന് നോക്കട്ടെ. അയ്യോ വേണ്ട ആനന്ദേട്ടാ, എനിക്കത് നാണക്കേടാണ്. അത്രയ്ക്ക് മോശമാണ് അതിനകത്തെ ഫോട്ടോ. അതിലെന്നെ കണ്ടാലേ ഒരു പിച്ചക്കാരിയുടെ ലുക്കാണ് ശരിക്കും. ഓ അത് ശരി, അത് സാരമില്ല ദേവി, ഞാനൊന്ന് കാണട്ടെ ആ പിച്ചക്കാരിയുടെ ലുക്ക്. ആനന്ദേട്ടാ ഞാൻ പറഞ്ഞില്ലേ, ഞാനത് കാണിക്കില്ല, എനിക്ക് നാണമാണ്. ആഹാ, അങ്ങനെയാണെങ്കിൽ നാളെ നമ്മൾ രജിസ്റ്റർ ഓഫീസിൽ പോകുന്നത് ഒരുമിച്ചല്ലേ? അവിടെ ചെല്ലുമ്പോൾ നിനക്ക് ആധാർ കാർഡ് പുറത്തെടുക്കേണ്ടി വരുമല്ലോ, അപ്പം ഞാൻ കണ്ടോളാം. ഇത് പറഞ്ഞ് ആനന്ദ് കട്ടിലേക്ക് പോയി കിടക്കുകയാണ്. എന്നിട്ട് വീണ്ടും ആനന്ദ് ചോദിക്കുകയാണ്, അല്ല ദേവി, അല്പം മുമ്പ് ഞാൻ സങ്കടപ്പെട്ടിരിക്കുന്നത് കണ്ട് നീ എന്നോട് എന്തോ പറയാൻ വന്നില്ലേ? എന്തായിരുന്നു അത്? അത് പിന്നെ ആനന്ദേട്ടൻ വിഷമിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് എന്തോ ബുദ്ധിമുട്ട് തോന്നി. അപ്പോൾ ഞാൻ ചിന്തിച്ചു, ഇനി എൻ്റെ എന്തെങ്കിലും തെറ്റുകൊണ്ടായിരിക്കും ആനന്ദേട്ടൻ പെട്ടെന്ന് മൂഡ് ഓഫ് ആയി പോയതെന്ന്. നമ്മൾ അന്ന് ഹണിമൂൺ ട്രിപ്പിന് പോയപ്പോൾ കുറച്ചധികം പൈസയുടെ ചിലവൊക്കെ അവിടെ വന്നില്ലേ ആനന്ദേട്ടാ? അതൊക്കെ എൻ്റെ ബുദ്ധിമോശം കൊണ്ട് സംഭവിച്ചതാണല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ കാരണക്കാരി ഞാനാണല്ലോ എന്ന് ഓർത്തിട്ട് ആനന്ദേട്ടൻ സങ്കടപ്പെട്ടിരിക്കുകയായിരിക്കും എന്നാണ് ഞാൻ കരുതിയത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പറയാൻ വന്നത്. ഓ അത്രേ ഉള്ളൂ. ഇതൊക്കെ വലിയ പ്രശ്നമാണോ ദേവി? അതൊക്കെ കഴിഞ്ഞ കാര്യമല്ലേ, എന്തിനാ വീണ്ടും വീണ്ടും അതൊക്കെ ഓർത്തുകൊണ്ടിരിക്കുന്നത്? ഇതൊന്നും മനസ്സിലിട്ടുകൊണ്ട് നടക്കുക ചെയ്യരുത്. പിന്നെ പൈസ, അതൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നതല്ലേ ദേവി? നമുക്ക് ചെലവാക്കാൻ വേണ്ടിയുള്ളതല്ലേ പണം. പണം ഇന്ന് വരും, നാളെ പോകും. ഇപ്പോൾ കുറച്ചധികം പൈസ നമ്മുടെ കയ്യിൽ നിന്ന് പോയിന്ന് മാത്രമേ ഉള്ളൂ. കുറച്ച് കഴിയുമ്പോൾ അതിനേക്കാൾ കൂടുതൽ പൈസ നമ്മൾ ഉണ്ടാക്കും. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഓർത്ത് എൻ്റെ ദേവി സങ്കടപ്പെടണ്ട. അപ്പോഴേ നമുക്ക് കിടക്കാം, രാവിലെ രജിസ്ട്രേഷന് പോകേണ്ടതല്ലേ. ആ കിടക്കാം ആനന്ദേട്ടാ, ആനന്ദേട്ടൻ കിടന്നോളൂ, ഞാൻ ഈ ആധാർ കാർഡ് ഒന്ന് വെച്ചിട്ട് കിടക്കാം. ഇത് പറഞ്ഞുകൊണ്ട് ചങ്കിടിപ്പോടെ ദേവി ആധാർ കാർഡ് സുരക്ഷിതമായ ഒരിടത്ത് കൊണ്ടത് സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. തുടർന്ന് ദേവി ആനന്ദിനൊപ്പം കട്ടിലിൽ കയറി കിടക്കുകയാണ്. പക്ഷേ ഈ രാത്രിയിലും ദേവിക്ക് ഉറങ്ങുവാൻ കഴിയുന്നില്ല. നാളത്തെ ദിവസത്തെ രജിസ്ട്രേഷൻ കഴിയുന്ന സമയം വരെ ഒന്നും സംഭവിക്കരുതേ ഭഗവാനെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി അങ്ങനെ നേരം വെളുപ്പിക്കുകയായിരുന്നു ദേവി. പിന്നീട് രാവിലെ തന്നെ വിവാഹ രജിസ്ട്രേഷന് വേണ്ടി ആനന്ദും ദേവിയും കൂടി വീട്ടിൽ നിന്ന് പോവുകയാണ്. സബ് രജിസ്ട്രാർ ഓഫീസിൽ അവരെ കാത്ത ആ സമയത്ത് ശ്രീകലയും ഉദയഭാനുവും നിൽപ്പുണ്ടായിരുന്നു. അത്രയും സമയം വലിയ ടെൻഷൻ അടിച്ച് അവിടെ എത്തിയ ദേവിക്ക് അച്ഛനെയും അമ്മയും കണ്ടപ്പോൾ അല്പം ആശ്വാസമായി. പിന്നീട് വിവാഹത്തിൻ്റെ രജിസ്ട്രേഷനൊക്കെ നടക്കുകയാണ്. എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടന്നു. ആധാർ കാർഡ് സബ് രജിസ്ട്രാർ ഓഫീസറുടെ മുൻപിലേക്ക് കൊടുക്കുന്ന സമയത്ത് ദേവിയുടെ മനസ്സിൽ 1000 പ്രാർത്ഥനകളും ഒപ്പം നെഞ്ചിടിപ്പുമായിരുന്നു. പക്ഷേ ദേവി ഭയപ്പെട്ടതുപോലെ ഒന്നും സംഭവിച്ചില്ല. ആരും ഡേറ്റ് ഓഫ് ബർത്ത് പ്രത്യേകമായി നോക്കുകയോ വയസ്സിനെക്കുറിച്ച് സംസാരിക്കുകയോ ഒന്നും ചെയ്തില്ല. എല്ലാം കഴിഞ്ഞപ്പോൾ ഒരു വലിയ മഴ പെയ്തു തോർന്നതുപോലെയുള്ള ആശ്വാസത്തോടെ ആ ഓഫീസിൻ്റെ പടിയിറങ്ങി ദേവി പുറത്തേക്ക് വരികയാണ്. അങ്ങനെ മല പോലെ വന്നത് എലി പോലെ ഒഴിഞ്ഞുപോയി. എല്ലാം കഴിഞ്ഞപ്പോൾ മകളെ അല്പം ദൂരത്തേക്ക് മാറ്റി നിർത്തിയിട്ട് ശ്രീകല പറയുന്നുണ്ട്, എടി പെണ്ണെ, നിന്റെ മോണക്കിട്ടൊരു കുത്താണ് തരേണ്ടത്. എന്തൊക്കെയായിരുന്നു നീ മെനങ്ങാന്ന് രാത്രി മുതൽ കാട്ടിക്കൂട്ടിക്കൊണ്ടിരുന്നത്? അപ്പോഴെല്ലാം ഞാൻ നിന്നോട് പറഞ്ഞുകൊണ്ടേയിരുന്നില്ലേ ദൈവം എന്തെങ്കിലും ഒരു വഴി തുറന്നു തരുമെന്ന്? ഇപ്പോൾ എങ്ങനെയുണ്ട്? നീ പറഞ്ഞതുപോലെയാണോ നടന്നത്, അതോ ഞാൻ പറഞ്ഞതുപോലെയാണോ? പെണ്ണിൻ്റെ ഒരു ചാട്ടവും മറച്ചിലും. ഇതൊക്കെ ഒരു പാഠമാണ്. ഇനി ഭാവിയിലും ഇതുപോലെ പല പ്രശ്നങ്ങളുണ്ടാവും. അപ്പോഴെല്ലാം ഇത് ഓർമ്മ വേണം. ഇതുപോലെ തന്നെ കണ്ണിൽ കൊള്ളേണ്ടത് പുരികത്ത് കൊണ്ട് മാറുന്ന സാഹചര്യങ്ങൾ വീണ്ടും ഉണ്ടാവും. അല്ലാതെ മഴ പെയ്യാനും പെയ്യാതിരിക്കാനുമുള്ള സാധ്യതയുണ്ട് എന്ന് കാലാവസ്ഥാ പ്രവചനം കേൾക്കുമ്പോൾ തന്നെ കൊടയും നിവർത്തിക്കൊണ്ട് നടക്കുന്നത് പോലെ അങ്ങനെ ബഹളം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. കേട്ടോടി? ഇതെല്ലാം കേട്ടുകൊണ്ട് ദേവി അങ്ങനെ മൗനമായി നിൽക്കുകയാണ്. ഒരു ബാധ തലയിൽ നിന്ന് ഒഴിഞ്ഞു പോയി എന്നുള്ള വലിയ ആശ്വാസത്തിലും സന്തോഷത്തിലും ദേവമംഗലത്തിലേക്ക് വന്നു കയറിയ ദേവിയെ കാത്ത് അടുത്ത പണി വാതിൽക്കൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. അത് മറ്റൊന്നുമല്ല, ബാലന്റെ അക്കൗണ്ടിൽ നിന്നും 10,000 രൂപ നഷ്ടപ്പെട്ട വിഷയമാണ്. അത് ദേവിയുടെ മേൽ വരാനുള്ള കാരണം, ഹണിമൂൺ ട്രിപ്പിന് പോകുവാനിരിക്കുമ്പോൾ ദേവിയാണ് അവിടെ റൂം ബുക്ക് ചെയ്തത്. അത് ഓൺലൈനിൽ കൂടിയായിരുന്നു ബുക്കിങ്. ദേവി ബാലനോട് അപ്പോൾ പറഞ്ഞത്, ബാലച്ച, വെറും 5,000 രൂപയ്ക്ക് നല്ല അടിപൊളി റൂം 3 ദിവസത്തേക്ക്, അതും ഭക്ഷണം ഉൾപ്പെടെ. ഞാൻ ചില ദിവസങ്ങളായിട്ട് വളരെ പണിപ്പെട്ട് കണ്ടുപിടിച്ചതാണ് ബാലച്ച. ഇത് കേട്ടുകൊണ്ട് ബാലൻ പറയുകയാണ്, ആഹാ, 5,000 രൂപയ്ക്ക് ഒരു ഹോട്ടൽ റൂം 3 ദിവസത്തേക്ക് ഭക്ഷണം ഉൾപ്പെടെ കിട്ടിയെന്നോ? എൻ്റെ മോളെ, എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. സത്യം തന്നെയാണോ? അതേ ബാലച്ച, സത്യം തന്നെയാണ്. ഇത് കേട്ടുകൊണ്ട് മീനുവിനോടും മിത്രയോടും ബാലൻ പറയുകയാണ്, നിങ്ങൾ കണ്ടു പഠിക്കണം ദേവിമോളെ. നിങ്ങളെപ്പോലെ പൈസ ദൂർത്തടിക്കുന്നവളല്ല ദേവിമോൾ. കണ്ടില്ലേ, വെറും 5,000 രൂപയ്ക്ക് 3 ദിവസത്തേക്ക് ഭക്ഷണം ഉൾപ്പെടെ ദേവിമോള് റൂം ബുക്ക് ചെയ്തിരിക്കുന്നു.
ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും നിലവിലുള്ള സൗകര്യങ്ങൾ തന്നെയാണ്. പക്ഷേ അതിനൊക്കെ ഇത്തിരി മെനക്കെടണം. നിങ്ങളൊന്നും അങ്ങനെയല്ലല്ലോ. 50,000 രൂപയാണെന്ന് പറഞ്ഞാലും മുമ്പും പിൻപും നോക്കാതെ ചാടി വീഴുന്ന ആൾക്കാരല്ലേ നിങ്ങളൊക്കെ. ദേവിമോൾ എത്ര നന്നായിട്ടാണ് പൈസ കൈകാര്യം ചെയ്യുന്നത്. സത്യം പറയാമല്ലോ മോളെ, ഇതുപോലെ തന്നെയാണ് എൻ്റെയും സ്വഭാവം. കാരണം പണം നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്നതാണ്. അത് ചിലവാക്കുമ്പോൾ ഓരോ നാണയത്തിൻ്റെയും മൂല്യം നമ്മൾ മനസ്സിലാക്കി മാത്രമേ ചിലവാക്കാവൂ. എന്തായാലും ഇത്തിരി ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും 5,000 രൂപയ്ക്ക് 3 ദിവസത്തേക്ക് റൂം ബുക്ക് ചെയ്ത മോൾക്ക് എൻ്റെ അഭിനന്ദനങ്ങൾ. ഇതെല്ലാം കേൾക്കുമ്പോൾ മീനാക്ഷി മിത്രയോട് പറയുന്നുണ്ട്, എൻ്റെ മിത്രേ, എനിക്കിതെന്തോ അങ്ങോട്ട് ദഹിക്കുന്നില്ല. 5,000 രൂപയ്ക്ക് ഈ കാലത്ത് 3 ദിവസത്തെ താമസവും ഭക്ഷണവും കൂടി എവിടെയാണ് ലഭിക്കുക? ഇതിനകത്ത് എന്തൊക്കെ ഉടായിപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. തുടർന്ന് മീനാക്ഷി അപ്പോൾ തന്നെ അത് തുറന്നങ്ങ് ചോദിക്കുകയും ചെയ്യുകയാണ്, ദേവിയേച്ചി അതെവിടെയാണ് ഈ 5,000 രൂപയ്ക്ക് 3 ദിവസത്തേക്ക് ഇങ്ങനെ റൂം കിട്ടുക? അപ്പോൾ ദേവി പറയുകയാണ്, അതേ മീനു, സത്യമാണ്. അച്ഛൻ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു വെബ്സൈറ്റിലോട്ട് നിങ്ങൾ കയറിയിട്ട് കാണുന്ന ഏതെങ്കിലും ഒരു റൂം ബുക്ക് ചെയ്യുന്നത് പോലെ ബുക്ക് ചെയ്യുന്ന സ്വഭാവക്കാരി അല്ല ഞാൻ ഓരോന്നോരോന്ന് അന്വേഷിച്ചു കൊണ്ടേയിരിക്കും. ഏറ്റവും കുറഞ്ഞ ചെലവിൽ ഏറ്റവും നല്ല ഫെസിലിറ്റി എവിടെ കിട്ടും എന്നുള്ളത് ഞാൻ അന്വേഷിക്കും. അതാണ് എൻ്റെ ബുദ്ധി. അങ്ങനെ ഞാൻ കുറച്ച് സമയം കുത്തിയിരുന്ന് കണ്ടുപിടിച്ചത് തന്നെയാണിത്. വെറും 5,000 രൂപയ്ക്ക്. ദേവിയുടെ ഈ സംസാരമൊക്കെ കേട്ടിട്ട് പിന്നീട് അവിടെ ആരും തർക്കിക്കാൻ നിൽക്കുന്നില്ല. അങ്ങനെ ഭാര്യയും ഭർത്താവും കൂടി ഹണിമൂൺ ട്രിപ്പ് പ്ലാൻ ചെയ്തു ബുക്ക് ചെയ്ത ഹോട്ടലിലെത്തി. അവിടെ എത്തിയപ്പോഴാണ് കാര്യങ്ങളെല്ലാം കുഴഞ്ഞു മറിയുന്നത്. 5,000 രൂപ അഡ്വാൻസ് പേയ്മെൻറ്റ് മാത്രമായിരുന്നു. 3 ദിവസത്തെ ഭക്ഷണവും താമസവും ഉൾപ്പെടെ 26,000 രൂപയാണ് ടോട്ടൽ പേയ്മെൻറ്റ്. ഇത് കേട്ടപ്പോഴേക്കും ദേവിയുടെ തല കറങ്ങിപ്പോയി. അവിടെ കിടന്നുകൊണ്ട് ദേവി ബഹളമുണ്ടാക്കാൻ തുടങ്ങുകയാണ്. ഒടുവിൽ ദേവി പറയുന്നുണ്ട്, ഞങ്ങളിവിടെ താമസിക്കുന്നില്ല. ഞാൻ തന്ന അഡ്വാൻസ് പൈസ ഇങ്ങ് തിരിച്ചു തന്നേക്ക്. നിങ്ങൾ ആകെ ഉടായിപ്പ് ആൾക്കാരാണ്. ഞങ്ങൾക്ക് നിങ്ങളുടെ ഹോട്ടലിൽ താമസിക്കുകയും വേണ്ട, ഇവിടുത്തെ ഭക്ഷണവും കഴിക്കണ്ട. ഞങ്ങൾ പോലീസിൽ പരാതിപ്പെടും. അപ്പോൾ ഹോട്ടൽ ജീവനക്കാരൻ പറയുകയാണ്, നിങ്ങൾ എവിടെ വേണമെങ്കിലും പോയി പരാതി കൊടുത്തോളൂ. ഞങ്ങൾ ആരെയും കബളിപ്പിച്ചിട്ടില്ല. നിങ്ങൾ ഓൺലൈൻ വഴിയല്ലേ ബുക്ക് ചെയ്തത്? ആ സൈറ്റിലേക്ക് ഒന്നുകൂടി കയറിയിട്ട് ഒന്ന് പരിശോധിച്ച് നോക്ക്. അവിടെ ഒരു കള്ളത്തരവും എഴുതിയിട്ടില്ലല്ലോ. അഡ്വാൻസ് പേയ്മെൻറ്റ് 5,000 രൂപ എന്ന് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ 26,000 രൂപ ടോട്ടൽ പേയ്മെൻ്റ് എന്നും എഴുതിയിട്ടുണ്ട്. അത് മുഴുവൻ വായിച്ചു നോക്കിയിട്ട് തന്നെയാണോ നിങ്ങൾ റൂം ബുക്ക് ചെയ്തത്? അപ്പോൾ ദേവി പറയുകയാണ്, നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട. നിങ്ങൾ മഹാ തട്ടിപ്പാണ്. പാവങ്ങളെ കളിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ തുറന്നു വെച്ചുകൊണ്ടിരിക്കുകയല്ലേ. അത് ഞങ്ങളുടെ അടുക്കൽ നടക്കില്ല. 5,000 രൂപ എത്രയും വേഗം തിരിച്ചുതാ, ഞങ്ങൾ പോവാണ്. മാഡം, ഞങ്ങൾ 5,000 രൂപ തട്ടിച്ചെടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അഡ്വാൻസ് തന്ന പണം അത് തിരികെ തരാനും പറ്റില്ല. നിങ്ങൾ ഈ റൂം എടുക്കുന്നില്ല എങ്കിൽ നഷ്ടം നിങ്ങളെക്കാൾ അധികം ഞങ്ങൾക്കാണ്. ഇവിടെ നിരന്തരം ആൾക്കാർ താമസിക്കാനെത്തുന്ന സ്ഥലമാണ്. നിങ്ങൾ 3 ദിവസത്തേക്ക് റൂം ബുക്ക് ചെയ്തതുകൊണ്ട് അത് മറ്റാർക്കും ഞങ്ങൾക്ക് കൊടുക്കുവാൻ കഴിഞ്ഞില്ല. ആൾക്കാർ സൈറ്റിൽ കയറി നോക്കുമ്പോൾ തന്നെ ഈ റൂം ഒഴിച്ച് ബാക്കിയുള്ളത് മാത്രമാണ് അവൈലബിൾ ആയിരിക്കുന്നത്. ഇപ്പോഴും അതങ്ങനെ തന്നെ കിടക്കുകയാണ്. അതുകൊണ്ട് അഡ്വാൻസ് പേയ്മെൻറ്റ് തിരിച്ചു തന്നാൽ ഞങ്ങൾക്കത് വലിയ നഷ്ടമായി മാറും. ഇതൊക്കെ കേട്ടിട്ട് ദേവി ആകെ പെട്ട മാതിരി അങ്ങനെ നിൽക്കുകയാണ്. തൻ്റെ വിദ്യാഭ്യാസമില്ലായ്മയും അറിവില്ലായ്മയും ആനന്ദിൻ്റെ മുമ്പിൽ വെളിപ്പെട്ടു വരുന്നതിൽ ദേവി വല്ലാതെ ഭയപ്പെടുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ആനന്ദ് ഉടൻ തന്നെ ഫോൺ എടുത്തിട്ട് ആര്യനെ വിളിക്കുകയാണ്. തുടർന്ന് ആര്യനോട് കാര്യങ്ങളൊക്കെ താൻ പറയുന്നുണ്ട്. അപ്പോൾ ആര്യൻ ചോദിക്കുകയാണ്, ഏട്ടത്തിയല്ലേ പറഞ്ഞത് വളരെ ബുദ്ധിപരമായി ആലോചിച്ച് ഒത്തിരി കഷ്ടപ്പെട്ട് ഏട്ടത്തി കണ്ടെത്തിയ റൂമാണ് 5,000 രൂപയുള്ളൂ എന്നൊക്കെ. എന്നിട്ടിപ്പോൾ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? അത് ദേവിക്ക് എന്തോ മിസ്റ്റേക്ക് പറ്റിയതാണ്. 5,000 രൂപ അഡ്വാൻസ് പേയ്മെൻ്റ് ആയിരുന്നു. ഇനി 21,000 രൂപയും കൂടി വേണം. 10,000 രൂപ മാത്രമേ എൻ്റെ കയ്യിൽ കിടപ്പുള്ളൂ. ദേവിയുടെ കയ്യിലെങ്ങാണ്ട് 1,000 രൂപയും ഇരിപ്പുണ്ട്. ഞങ്ങൾ പുറപ്പെടാനിരുങ്ങുമ്പോൾ അച്ഛൻ തന്നതാണ് ഈ 10,000 രൂപ. ഇനിയിപ്പോൾ 10,000 രൂപയും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ താമസിക്കാൻ പറ്റൂ. കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ആര്യൻ പറയുന്നുണ്ട്, ഏട്ടൻ വിഷമിക്കണ്ട, ഒന്ന് വെയിറ്റ് ചെയ്യ്, ഞാൻ ഇപ്പോൾ തന്നെ പൈസ സെൻഡ് ചെയ്ത് തരാം. ഇത് പറഞ്ഞിട്ട് ബാലൻ അറിയാതെ അക്കൗണ്ടിൽ നിന്നും 10,000 രൂപ ആര്യൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. എന്നിട്ട് തുടർന്ന് അത് ആനന്ദിന് അയച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷേ ഹണിമൂൺ ട്രിപ്പൊക്കെ കഴിഞ്ഞിട്ട് ആൾക്കാർ തിരിച്ചു വീട്ടിലെത്തിയതിനു ശേഷമാണ് ബാലൻ്റെ ശ്രദ്ധയിൽ ഈ 10,000 രൂപ നഷ്ടമായി എന്നുള്ള കാര്യം അറിയുന്നത്. ബാലൻ ആ സമയം മുതൽ തല പുകഞ്ഞു നടക്കുകയാണ്, എവിടെ പോയി ഈ 10,000 രൂപ എന്നറിയാതെ. ഒടുവിൽ വീട്ടിൽ വന്ന് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആനന്ദ് തന്നെയാണ് പറയുന്നത്, അച്ഛാ, അതിന് കൂടുതൽ ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. ബാങ്കിൽ പോയി അവരോട് സംസാരിച്ചാൽ എവിടേക്കാണ് ഈ പൈസ പോയതെന്ന് അവർ തന്നെ പറഞ്ഞു തരും. ഒടുവിൽ ആനന്ദ് പറഞ്ഞത് കേട്ട് അടുത്ത ദിവസം രാവിലെ തന്നെ ബാലൻ ബാങ്കിലെത്തുകയും വിവരം അന്വേഷിക്കുകയും ചെയ്യുമ്പോൾ ബാലൻ്റെ അക്കൗണ്ടിൽ നിന്നും ആര്യൻ്റെ അക്കൗണ്ടിലേക്കാണ് ഈ 10,000 രൂപ ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത് എന്നറിയുവാൻ കഴിഞ്ഞു. എന്നാൽ ആര്യൻ്റെ മനസ്സിലുണ്ടായിരുന്നത് എങ്ങനെയെങ്കിലും രാവിലെ അച്ഛൻ ബാങ്കിലെത്തുന്നതിന് മുൻപായി ആ പണം റെഡിയാക്കി അച്ഛൻ്റെ അക്കൗണ്ടിൽ തന്നെ നിക്ഷേപിക്കാം എന്നുള്ളതായിരുന്നു. പക്ഷേ ആര്യനെ കൊണ്ട് അത് ചെയ്യുവാനും കഴിഞ്ഞില്ല. കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ ബാലൻ ദേവമംഗലത്തേക്ക് ഉറഞ്ഞു തുള്ളിക്കൊണ്ട് കയറി വരികയാണ്.
തുടർന്ന് എല്ലാവരുടെയും മുൻപിൽ വെച്ച് ആര്യനെ പരസ്യമായി കൊച്ചാക്കുകയും കള്ളൻ കള്ളൻ എന്ന് പല ആവർത്തി വിളിച്ചുകൊണ്ട് ആര്യൻ്റെ നേരെ കൈ ഓങ്ങിക്കൊണ്ട് തല്ലാനൊക്കെ ചെല്ലുന്നുണ്ട്. എന്നാൽ ഈ സമയത്ത് പോലും സംഭവിച്ചത് എന്താണെന്ന് ദേവിയോ ആനന്ദോ ബാലനോട് പറയുന്നില്ല. അതുകൊണ്ട് തന്നെ കലി തീരുന്ന സമയം വരെയോളം ബാലൻ ആര്യനെ തേജോവധം ചെയ്തിട്ടാണ് മടങ്ങിപ്പോയത്. പോകുന്നതിന് തൊട്ട് മുമ്പ് ആര്യനോട് ബാലൻ പറഞ്ഞു, എവിടുന്നാണെങ്കിലും ആരെ കൊന്നിട്ടാണെങ്കിലും എൻ്റെ പൈസ എനിക്ക് കിട്ടിയിരിക്കണം. അത് നാളെ രാവിലെ 10 മണിക്ക് മുൻപ് നീ എൻ്റെ അക്കൗണ്ടിൽ തിരിച്ചിട്ടോണം. ഇല്ലെങ്കിൽ ഈ ബാലൻ്റെ മറ്റൊരു മുഖം നീ കാണും. ആര്യനാകെ ധർമ്മസങ്കടത്തിലായി നിൽക്കുകയാണ്. തുടർന്ന് മുറിക്കകത്തേക്ക് കയറി കഥ കടച്ച ശേഷം മിത്ര ആര്യനെ കണക്കിന് ശാസിക്കുന്നുണ്ട്. മിത്ര ചോദിക്കുന്നുണ്ട്, ആര്യൻ എന്താണ് ഈ പറ്റുന്നത്? എന്തിനാണ് ഈ 10,000 രൂപ അച്ഛൻ്റെ അക്കൗണ്ടിൽ നിന്നും എടുത്തത്? ആര്യനും അച്ഛനും തമ്മിലുള്ള ഈ പ്രശ്നം ഒരുപക്ഷെ കാലങ്ങളായിട്ട് തുടങ്ങിയതാവാം. പക്ഷേ ആര്യൻ്റെ ഭാര്യ എന്ന നിലയിൽ ആര്യനെ അങ്കിൾ കൊച്ചാക്കുകയും കുത്തുവാക്കുകൾ പറയുകയും ഒക്കെ ചെയ്യുമ്പോൾ ഞാൻ ആകെ തകർന്നു പോവുകയാണ് ആര്യ. എനിക്കിതൊന്നും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. അതുകൊണ്ട് ആര്യൻ ഒരു കാര്യം ചെയ്യും, ഈ കമ്മൽ കൊണ്ടുപോയി പണയം വെച്ചിട്ട് എത്രയും വേഗം ഈ 10,000 രൂപ അങ്കിളിൻ്റെ അക്കൗണ്ടിലേക്ക് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ആര്യൻ പറയുകയാണ്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതിനകത്ത് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. സംഭവിച്ചതെല്ലാം അറിഞ്ഞു കഴിഞ്ഞതോടെ ആനന്ദിനും അത് വല്ലാത്തൊരു ഷോക്കായി മാറുകയാണ്. തുടർന്ന് ആനന്ദ് ഈ വിഷയം ദേവിയോട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ദേവി പറയുകയാണ്, ആനന്ദേട്ടാ, ഒരു കാര്യം ഞാൻ പറയാം. ഒരിക്കലും ഈ പൈസ നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയാണ് ആര്യൻ എടുത്തത് എന്ന് അച്ഛനോട് പറയരുത്. അങ്ങനെ പറഞ്ഞാൽ എനിക്കത് ഭയങ്കര നാണക്കേടായി മാറും ആനന്ദേട്ടാ. ഞാൻ 5,000 രൂപയ്ക്ക് ഹോട്ടൽ ബുക്ക് ചെയ്തു എന്ന് കേട്ടപ്പോൾ അച്ഛൻ ഒത്തിരി സന്തോഷിക്കുകയും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി അവരുടെ മുമ്പിൽ വെച്ച് എന്നെ വലിയ രീതിയിൽ അഭിനന്ദിക്കുകയും ഒക്കെ ചെയ്തതല്ലേ. മിത്രയും മീനാക്ഷിയും സംശയം പ്രകടിപ്പിച്ചപ്പോഴും ഞാൻ അവരുടെ മുൻപിൽ 5,000 രൂപ തന്നെയാണെന്ന് പറഞ്ഞു വാദിച്ചതാണ്. എന്നിട്ടിപ്പോൾ അങ്ങനെ അല്ലായിരുന്നു എന്നറിഞ്ഞാൽ അവരുടെയൊക്കെ മുമ്പിൽ പിന്നെ എനിക്ക് തല ഉയർത്തി നിൽക്കാൻ പറ്റുമോ ആനന്ദേട്ടാ? ഇത് എൻ്റെ കയ്യിൽ നിന്ന് വന്ന അബദ്ധമാണ് എന്ന് ബാലച്ചൻ അറിഞ്ഞാൽ ഉറപ്പായിട്ടും എന്നെ കൊന്നുകളയും, അല്ലെങ്കിൽ എന്നെ ഇവിടുന്ന് ഇറക്കി വിടും. അതുകൊണ്ട് ആനന്ദേട്ടാ, ഞാൻ കാലു പിടിച്ച് പറയുകയാണ്, ഒരു കാരണവശാലും ഇത് നമ്മളാണ് എടുത്തതെന്ന് അച്ഛനോട് പറയരുത്. ദേവിയുടെ ഈ സംസാരം കേട്ട് ആനന്ദ് ഒരക്ഷരം പോലും മറുപടി പറയാതെ പ്രതിമ പോലെ ദേവിയെ നോക്കി തന്നെ അങ്ങനെ നിൽക്കുകയാണ്. തുടർന്ന് കാണുന്നതും ഇത്രയും ഗോമതിയും കൂടി അടുക്കളയിൽ നിന്നുകൊണ്ടുള്ളൊരു സംസാരമാണ്. ഗോമതി പറയുന്നുണ്ട്, എൻ്റെ മോളെ, എനിക്ക് ആകെ കൂടി പേടിയാവുകയാണ്. ബാലേട്ടനെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരു കാരണവശാലും ക്ഷമിക്കുന്ന ആളല്ലല്ലോ. ഒന്നാമത് ബാലേട്ടൻ വിശ്വസിക്കുന്നത് നിന്റെ സ്വർണം മുഴുവനും അവനെടുത്ത് വിറ്റു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എന്തു പ്രശ്നം വന്നാലും അവൻ്റെ മുഖത്ത് നോക്കി ബാലേട്ടൻ കള്ളൻ എന്ന് ആദ്യം വിളിക്കും. അവനാണെങ്കിൽ അത് ഏറ്റെടുക്കുകയും ചെയ്യും. അവൻ തന്നെയാണ് സ്വർണം എടുത്തത് എന്നവൻ പല ആവർത്തി ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ ഇപ്പോൾ അവൻ ബാലേട്ടൻ്റെ അക്കൗണ്ടിൽ നിന്ന് തന്നെ 10,000 രൂപ എടുത്തിരിക്കുന്നു. എന്തിനാണ് അവൻ ഇപ്പോൾ ഈ പൈസ? അപ്പോൾ മിത്ര പറയുകയാണ്, അപ്പച്ചി, എന്നോട് എത്ര ചോദിച്ചിട്ടും ആര്യൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. ഞാൻ ആര്യനോട് പറഞ്ഞതാണ് എൻ്റെ കമ്മൽ കൊണ്ടുപോയി പണയം വെച്ചിട്ട് ആ പൈസ കൊടുക്കാൻ. പക്ഷേ ആര്യൻ അത് വാങ്ങാൻ കൂട്ടാക്കുന്നില്ല. എൻ്റെ മോളെ, ഇനി ബാലേട്ടൻ തിരിച്ചിവിടേക്ക് വരുമ്പോൾ അവനെ പിടിച്ച് തല്ലുമോ എന്നാണ് എൻ്റെ പേടി. എനിക്കങ്ങ് നെഞ്ചുവേദന എടുക്കുന്നത് പോലെ തോന്നുന്നു. അതെ, ഞാൻ അവനോടൊന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഗോമതി ആര്യൻ്റെ അടുക്കിലേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് ആര്യനോട് ചോദിക്കുകയാണ്, എടാ, അച്ഛൻ പറഞ്ഞത് കേട്ടില്ലേ? നിങ്ങളിത് എന്തു ഭാവിച്ചിട്ടാണ്, എന്തിനാണ് അച്ഛൻ്റെ അക്കൗണ്ടിൽ നിന്നും നീ അച്ഛനോട് പറയാതെ പൈസ എടുത്തത്? ഇനിയിപ്പോൾ ആ പൈസ തിരിച്ചു കൊടുത്തില്ലെങ്കിൽ ഇവിടെ വലിയ പ്രശ്നങ്ങളുണ്ടാവും. നീ എങ്ങനെയാണ് ഇപ്പോൾ ആ പൈസ കൊടുക്കാൻ പോകുന്നത്? അമ്മ, അതൊന്നും ഓർത്ത് അമ്മ ടെൻഷൻ അടിക്കണ്ട, ഞാൻ എന്തെങ്കിലും ചെയ്തോളാം. എടാ, എന്തെങ്കിലും ചെയ്തോളാം എന്ന് പറഞ്ഞാൽ എന്താ നീ ചെയ്യാൻ പോകുന്നതെന്ന് പറ. അമ്മ എൻ്റെ പുറകിന് നടന്നുകൊണ്ട് എൻ്റെ സ്വസ്ഥത കളയാതെ എന്തെങ്കിലും വഴി ഞാൻ കണ്ടെത്തിക്കൊള്ളാം. അത് ഞാൻ പറഞ്ഞില്ലേ, ഒരു പ്രശ്നവും ഇവിടെ ഉണ്ടാവില്ല. അമ്മ സമാധാനിക്കേ. അപ്പോൾ ഗോമതി പറയുകയാണ്, എൻ്റെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ടടാ, ആ പൈസ ഞാൻ നിൻ്റെ കയ്യിൽ തരാം, നീ അത് അച്ഛന് കൊടുക്ക്. അതൊന്നും വേണ്ട, ഞാൻ അതൊക്കെ കൊടുത്തോളാം. ഇത് കേട്ടിട്ട് മീനാക്ഷി പറയുന്നുണ്ട്, ആര്യ, എൻ്റെ കയ്യിലും പൈസ ഇരിപ്പുണ്ട്, ഞാനത് തരാം. ഇപ്പോൾ കാര്യം നടക്കട്ടെ, കടമായിട്ട് വാങ്ങിയാൽ മതി, പിന്നെ തിരിച്ചു തന്നാൽ മതി. വേണ്ട ഏട്ടത്തി, നിങ്ങളാരും ടെൻഷൻ അടിക്കണ്ട. അതിന് തക്കവണ്ണമുള്ള പ്രശ്നങ്ങളൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. അതിനൊക്കെയുള്ള പ്രതിവിധി ഞാൻ തന്നെ കണ്ടെത്തിക്കൊള്ളാം, നിങ്ങൾ വിഷമിക്കാതിരിക്കുക. ഇതാര്യൻ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് തന്നെ മോർണിംഗ് വാക്ക് കഴിഞ്ഞ് ബാലൻ അവിടേക്ക് മടങ്ങിയെത്തുകയാണ്. ബാലൻ വരുന്ന വരവ് കണ്ടുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവിടെ ഒരു ഭൂകമ്പം നടക്കും ഇത് പറഞ്ഞുകൊണ്ട് ധർമ്മൻ നേരെ ബാലൻ്റെ അടുത്തേക്ക് എന്നിട്ട് ബാലൻ്റെ ശ്രദ്ധ തിരിച്ചുവിടുവാൻ വേണ്ടി ഇന്നു വരുന്ന ലോഡിനെക്കുറിച്ചും അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ട സ്ഥലങ്ങളെക്കുറിച്ചും ഒക്കെ സംസാരിക്കുന്നുണ്ട്. എന്നാൽ ബാലൻ്റെ ശ്രദ്ധ അതിലൊന്നും ആയിരുന്നില്ല. ആര്യൻ്റെ മുഖത്തേക്ക് മാത്രമാണ് ബാലൻ നോക്കുന്നത്. എന്നിട്ട് ആര്യനോട് ചോദിക്കുകയാണ്, എടാ, എവിടെ ഞാൻ പറഞ്ഞ 10,000 രൂപ? എനിക്കിപ്പോൾ ആ പൈസ തരണം. 10 മണിയാകുന്നു. ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ 10 മണിക്ക് മുൻപായിട്ട് എൻ്റെ പൈസ തിരികെ തരണമെന്ന്. എടുക്ക് പൈസ. അത് അച്ഛാ ഇപ്പോൾ എൻ്റെ കയ്യിലില്ല, പക്ഷെ ഞാൻ ഇന്ന് തന്നെ തരാം. വൈകുന്നേരം ആകുന്നതിന് മുൻപ് ആ പൈസ ഞാൻ തിരിച്ചു തരാം. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, എനിക്കെൻ്റെ പൈസ ഇപ്പോൾ തന്നെ കിട്ടണം.
എനിക്കിപ്പോൾ പൈസയുടെ ആവശ്യമുണ്ട്. ആ പണം എനിക്കിപ്പോൾ തരാൻ പറ്റുമോ ഇല്ലയോ? ഇല്ല എങ്കിൽ ഇപ്പോൾ നീ ഈ വീട്ടിൽ നിന്നും ഇറങ്ങണം. ബാലൻ്റെ ഈ സംസാരം കേട്ടുകൊണ്ടാണ് ആനന്ദും ദേവിയും കൂടി മുറിയിൽ നിന്നും ഇറങ്ങി വരുന്നത്. ആര്യനെ ഇറക്കി വിടുവാൻ വേണ്ടി ബാലൻ ശ്രമിക്കുമ്പോൾ പെട്ടെന്ന് ഗോമതി ചോദിക്കുന്നുണ്ട്, ബാലേട്ടൻ എന്തൊക്കെയാണ് ഈ വിളിച്ചു പറയുന്നത്? 10,000 രൂപയ്ക്ക് വേണ്ടി അവനെ ഈ വീട്ടിൽ നിന്ന് ബാലേട്ടൻ ഇറക്കി വിടാൻ പോവുകയാണോ? വെറും 10,000 രൂപയിൽ അവസാനിക്കുന്ന ബന്ധമാണോ നിങ്ങളുടെ ബന്ധം? ഗോമതി, ഞാൻ നിന്നോടല്ല സംസാരിക്കുന്നത്, ആര്യനോടാണ്. അതിന് മറുപടി പറയേണ്ടത് ആര്യനാണ്, അല്ലാതെ നീയല്ല. അവൻ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അവൻ പറയട്ടെ. ബാലേട്ട, അവൻ വൈകിട്ട് തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇപ്പോൾ അവൻ്റെ കയ്യിൽ പൈസ ഇല്ല. ഇനി എന്തു പറയണമെന്നാണ് ബാലേട്ടൻ ഉദ്ദേശിക്കുന്നത്? ഇത് കണ്ടുകൊണ്ട് വല്ലാതെ സങ്കടപ്പെട്ട് നിൽക്കുന്ന മിത്രയുടെ മുഖത്തേക്ക് നോക്കി ബാലൻ പറയുകയാണ്, മോളെ മിത്രേ, മോള് വിഷമിക്കണ്ട. മോൾ ഇവിടുന്ന് ഇറങ്ങിപ്പോകണമെന്നല്ല ഞാൻ പറഞ്ഞത്. ഇവൻ ഈ വീട്ടിൽ ഇനി തുടരുവാൻ പാടില്ല. മോൾക്കിവിടെ താമസിക്കാം. ഈ വീട്ടിൽ മോൾക്ക് എപ്പോഴും സ്ഥാനമുണ്ടായിരിക്കും. പക്ഷേ ഇവൻ ഇന്നു മുതൽ ഈ പടിക്ക് പുറത്താണ്. തുടർന്ന് ബാലൻ ആര്യൻ്റെ കയ്യിൽ പിടിച്ച് വാടാ ഇറങ്ങടാ എന്ന് പറഞ്ഞ് പുറത്തേക്ക് തള്ളി ഇറക്കുകയാണ്. ഇത് കണ്ടുകൊണ്ട് അച്ഛ എന്ന് വിളിച്ചുകൊണ്ട് ആനന്ദ് ഇതിനിടയിലേക്ക് വന്നു കയറുകയും ബാലനെ പിടിച്ചു മാറ്റുകയും ചെയ്യുന്നുണ്ട്. വീണ്ടും ആര്യനെ പുറത്താക്കുവാൻ വേണ്ടി പരാക്രമം കാണിക്കുന്ന ബാലനെ ശക്തിയോടെ കൈ ഉയർത്തി ആനന്ദ് തള്ളി മാറ്റുകയാണ്. ആനന്ദിൻ്റെ ആ ശക്തമായ തള്ളലിൽ പെട്ടെന്ന് പുറകിലേക്ക് വേച്ചുപോയ ബാലൻ വലിയ കോപത്തോടെ ആനന്ദിൻ്റെ മുഖത്ത് നോക്കിക്കൊണ്ട് ചോദിക്കുകയാണ്, എടാ, നീ എനിക്ക് നേരെ കൈ ഉയർത്തി അല്ലേ? നീ എന്താ ചെയ്തതെന്ന് നിനക്കറിയാമോ? നീ ആരുടെ നേരെ ആ കൈ ഉയർത്തിയെന്ന് നിനക്കറിയാമോ? അപ്പോൾ ആനന്ദ്, അച്ഛാ, ഞാൻ അച്ഛൻ്റെ നേരെ കൈയൊന്നും ഉയർത്തിയതല്ല. അച്ഛൻ്റെ നേരെ കൈ ഉയർത്തുവാനും അച്ഛനെ ആക്രമിക്കാനും ഒന്നും എനിക്ക് ജന്മത്തിൽ കഴിയുകയുമില്ല. പക്ഷേ ആര്യനെ ഇവിടെ നിറക്കി വിടാൻ അത് ഞാൻ സമ്മതിക്കില്ല. എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. പെട്ടെന്ന് ആര്യൻ പറയുകയാണ്, ഏട്ടനൊന്നും മിണ്ടാതിരുന്നേ. ഏട്ടത്തി, ഏട്ടനെ പിടിച്ചുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയേ. ആര്യ, നീ മിണ്ടരുത്. ഞാൻ അച്ഛനോട് സത്യങ്ങളെല്ലാം പറയാൻ പോവുകയാണ്. ഏട്ടനോടല്ലേ പറഞ്ഞത് അകത്ത് കയറിപ്പോകാൻ? ഈ കാര്യം ഞാൻ മാനേജ് ചെയ്തോളാം. ഇല്ല ആര്യ, ഇനിയിപ്പോൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും സംഭവിച്ചതൊക്കെ ഞാൻ അച്ഛനോട് പറയും. എന്താടാ നിനക്ക് പറയാനുള്ളത്? അനിയനെ രക്ഷിക്കുവാൻ വേണ്ടിയുള്ള ചേട്ടൻ്റെ ത്യാഗം വല്ലോ ആണോ? അച്ഛ, ത്യാഗമൊന്നുമല്ല. ആര്യൻ അച്ഛൻ്റെ അക്കൗണ്ടിൽ നിന്നും ആ പൈസ എടുത്തത് എനിക്ക് വേണ്ടിയാണ്. എനിക്ക് അയച്ചു തരാൻ വേണ്ടിയായിരുന്നു ആ പണം എടുത്തത്. ഇത് കേട്ടിട്ട് ബാലനൊന്ന് ഞെട്ടുകയാണ്. ബാലൻ മാത്രമല്ല, മീനാക്ഷിയും മിത്രയും ദേവിയും എല്ലാം ഞെട്ടുകയാണ്. തുടർന്ന് ബാലൻ ആനന്ദിനോട് ചോദിക്കുകയാണ്, എന്താണ് നീ പറഞ്ഞത്? നിനക്ക് വേണ്ടിയാണ് പൈസ എടുത്തതെന്നോ? നിനക്ക് പൈസയുടെ ആവശ്യം എന്താണ്? ഈ സമയത്ത് ദേവി കിടുകിടാന്ന് വിറച്ചുകൊണ്ട് നിൽക്കുകയാണ്. ദേവിയുടെ മനസ്സ് പറയുകയാണ്, തീർന്നു. ഇതോടുകൂടി ബാലച്ചൻ എന്നോടുള്ള എല്ലാ മതിപ്പും തീർന്നു. ദൈവമേ, ഈ ആനന്ദേട്ടൻ ഇത് എന്തിൻ്റെ കേടാണ്? അപ്പോൾ വീണ്ടും ബാലൻ ചോദിക്കുകയാണ്, ആനന്ദേ, നീ എന്തൊക്കെയാണ് ഈ വിളിച്ചു പറയുന്നത്? നിനക്കവൻ പൈസ തന്നെന്നോ? എന്തിനാടാ അവൻ നിനക്ക് പൈസ തന്നത്? അച്ഛാ, അത് പിന്നെ ഞങ്ങൾ ഹണിമൂൺ ട്രിപ്പിന് പോയിരുന്നല്ലോ. അന്ന് 5,000 രൂപയാണ് ഫുഡിനും റൂമിനും വേണ്ടിയുള്ള വാടകയെന്നല്ലേ പറഞ്ഞിരുന്നത്. പക്ഷേ അവിടെ ചെന്നപ്പോഴാണ് അറിഞ്ഞത് അങ്ങനെയല്ല എന്നുള്ളത്. 3 ദിവസത്തേക്ക് 26,000 രൂപയായിരുന്നു. 5,000 രൂപ എന്ന് പറഞ്ഞത് വെറും അഡ്വാൻസ് തുക മാത്രമായിരുന്നു അച്ഛാ. എന്നാൽ ആ തുക തിരികെ വാങ്ങാമെന്ന് കണ്ട് അവരോട് സംസാരിച്ചപ്പോൾ അവരത് തിരിച്ചു തരുത്തുമില്ല. അപ്പോൾ പിന്നെ മറ്റൊരു വഴിയും എൻ്റെ മുൻപിൽ ഇല്ലാതിരുന്നത് കൊണ്ട് ഞാൻ ആര്യനെ വിളിച്ചു. ആര്യൻ ഉടൻ തന്നെ എന്തെങ്കിലും മാർഗമുണ്ടാക്കാം എന്ന് പറഞ്ഞു. തുടർന്ന് അല്പനിമിഷത്തിനുള്ളിൽ അവൻ എൻ്റെ അക്കൗണ്ടിലേക്ക് 10,000 രൂപ അയച്ചു തന്നു. ആ പണം കിട്ടിയില്ലായിരുന്നെങ്കിൽ ഞാനും ദേവിയും അവിടെ പെട്ടുപോകുമായിരുന്നു അച്ഛാ. ആനന്ദിൻ്റെ ഈ വെളിപ്പെടുത്തലുകളൊക്കെ കേട്ട് ഗോമതിയും മിത്രയും മീനാക്ഷിയും അങ്ങനെ അമ്പരന്ന് നിൽക്കുകയാണ്. പെട്ടെന്ന് ഗോമതി ചോദിക്കുകയാണ്, ദേവി, നീയല്ലേ പറഞ്ഞത് നീ വളരെ ബുദ്ധിപരമായിട്ട് പണം കൈകാര്യം ചെയ്യാൻ പഠിച്ചയാളാണ്, നീ കുത്തിയിരുന്ന് ഒത്തിരി അന്വേഷിച്ചതിന് ശേഷമാണ് ഈ ഹോട്ടൽ റൂം ബുക്ക് ചെയ്തത് എന്നൊക്കെ. എന്നിട്ടിപ്പോൾ എന്തായി കേൾക്കുന്നതൊക്കെ? 26,000 രൂപയ്ക്ക് ആ മുറിയിൽ താമസിക്കാൻ അവർ നിങ്ങൾക്ക് എന്താണ് തിന്നാൻ തന്നത്? സ്വർഗത്തിലെ ആഹാരമായിരുന്നോ? അവിടുത്തെ മെത്തയും തലയണയും ഒക്കെ സ്വർണ്ണമായിരുന്നോ? നിന്റെ പോക്കും ഭാവമൊക്കെ കണ്ടപ്പോൾ ഇങ്ങനെയൊന്നും അല്ലല്ലോ കരുതിയിരുന്നത്. എങ്കിൽ പോട്ടെ, തിരിച്ചു വന്ന് കയറിയപ്പോഴെങ്കിലും സംഭവിച്ച കാര്യം നിനക്ക് എന്നോടെങ്കിലും ഒന്ന് തുറന്നു പറയാമായിരുന്നില്ലേ? ഞാനത് ബാലേട്ടനോട് പറയുമായിരുന്നല്ലോ. ഗോമതി ഇത്രയും പറഞ്ഞു തീർന്നപ്പോഴേക്കും ബാലൻ പറയുകയാണ്, ദേവി, നിന്നെക്കുറിച്ച് ഞാൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല കരുതിയിരുന്നത്. എല്ലാം കണ്ടറിഞ്ഞ് ചെയ്യുന്ന എൻ്റെ പ്രിയപ്പെട്ട മകളെപ്പോലെയാണ് ഞാൻ നിന്നെ കണ്ടിരുന്നത്. എന്നിട്ട് നീ ഇപ്പോൾ എന്തു പണിയാണ് ഈ കാണിച്ചേ? പോട്ടെ, തെറ്റുപറ്റിയപ്പോൾ അങ്ങനെ സംഭവിച്ചു എന്ന് നീ തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ഈ വീട്ടിൽ ഇത്രയും വലിയൊരു പ്രശ്നം ഇപ്പോൾ ഉണ്ടാകുമായിരുന്നോ? ഉടനെ വിങ്ങി പൊട്ടിക്കൊണ്ട് ദേവി പറയുകയാണ്, ബാലച്ചൻ എന്നെ ഇങ്ങനെ വഴക്ക് പറയരുത്. അമ്മ എന്നെ എന്തു വേണമെങ്കിലും പറഞ്ഞോട്ടെ, പക്ഷെ ബാലച്ചൻ എന്നോട് ഇങ്ങനെ സംസാരിച്ചാൽ എനിക്കത് താങ്ങാൻ പറ്റില്ല. ഇത് പറഞ്ഞുകൊണ്ട് ദേവി കള്ളക്കണ്ണുനീരൊഴുക്കുവാൻ തുടങ്ങി. ഉടനെ മീനാക്ഷി പറയുകയാണ്, 5,000 രൂപയെന്ന് ഏട്ടത്തി പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞതല്ലേ ഈ കാലത്ത് അങ്ങനെയൊന്നും കിട്ടില്ല എന്ന്. പക്ഷേ ഏട്ടത്തി സമ്മതിക്കില്ല. ഞാൻ അത്രയും പറഞ്ഞപ്പോൾ തന്നെ അച്ഛൻ്റെ മുമ്പിൽ ഞാൻ കുറ്റക്കാരിയായി, ഏട്ടത്തി നല്ലവളുമായി.
പിന്നെ എങ്ങനെയാണ് കൂടുതൽ എനിക്കതിനെപ്പറ്റി സംസാരിക്കാൻ പറ്റുന്നത്? ഇല്ലായിരുന്നുവെങ്കിൽ ആ വെബ്സൈറ്റ് ഏതാണെന്നും അതിൻ്റെ ഡീറ്റെയിൽസ് എന്തായിരുന്നു എന്നും ഒക്കെ അപ്പോൾ തന്നെ ഞാൻ ചെക്ക് ചെയ്യുമായിരുന്നു. അതിന് അച്ഛൻ സമ്മതിക്കില്ലല്ലോ. അച്ഛൻ പറയുന്നത് ദേവി മോളെ കണ്ട് ഞാൻ പഠിക്കണമെന്നാണ്. എന്നിട്ട് ഇപ്പോൾ അച്ഛന് ഒന്നും പറയാനില്ലേ അച്ഛാ? പെട്ടെന്ന് ആകാശ് മീനുവിനോട് പറയുകയാണ്, മീനു നീ ഒന്ന് മിണ്ടാതിരിക്കാമോ? ഉടനെ മിത്ര, അതെന്താ ആകാശേട്ടാ? മീനു ചേച്ചി പറഞ്ഞത് ശരിയല്ലേ? അത് പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? അപ്പോൾ ആര്യനും മിത്രയോട് പറയുന്നുണ്ട്, മിത്രേ വെറുതെ ആവശ്യമില്ലാതെ ഇന്ന് സംസാരിക്കാൻ നിൽക്കരുത്, കയറിപ്പോ. ഉടനെ വീണ്ടും ദേവി പറയുകയാണ്, ബാലച്ച എന്നോട് ക്ഷമിക്കണം. ഞാൻ ആ വെബ്സൈറ്റിൽ കയറി നോക്കിയപ്പോൾ 5000 രൂപ എന്ന് വലിയ അക്ഷരത്തിൽ എഴുതിയിരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ കൂടുതലൊന്നും അതിനകത്തേക്ക് നോക്കിയില്ല. ഞാൻ കരുതിയത് ഫുഡും അക്കോമഡേഷനും കൂടി 3 ദിവസത്തേക്ക് 5000 രൂപയേ ഉള്ളൂ എന്നാണ്. അത് എനിക്ക് പറ്റിയ തെറ്റാണ്. പെട്ടെന്ന് മീനാക്ഷി പറയുകയാണ്, ദേവിയിടത്ത് ഈ MA-യും ഇംഗ്ലീഷ് ലിറ്ററേച്ചറും എന്നൊക്കെയല്ലേ പറഞ്ഞിരുന്നത്? എന്നിട്ട് ഒരു വെബ്സൈറ്റിൽ കയറി റൂം ബുക്ക് ചെയ്യുവാൻ തുടങ്ങിയപ്പോൾ വലിയ അക്ഷരത്തിൽ 5000 എന്ന് കണ്ടു. ഉടൻ തന്നെ അതങ്ങ് കയറി ബുക്ക് ചെയ്തു. അങ്ങനെയാണോ ശരിക്കും സംഭവിക്കുക? ഇതെനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. സാമാന്യ ബോധമുള്ള ആരും ഇങ്ങനെയൊന്നും ചെയ്യില്ല. പെട്ടെന്ന് ബാലൻ ആനന്ദിനോട് പറയുകയാണ്, ആനന്ദേ നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നീ എന്നെയല്ലേ വിളിക്കേണ്ടത്? നീ എന്തിനാണ് അവനെ വിളിച്ച് പൈസ ചോദിച്ചത്? അത് പിന്നെ അച്ഛാ, ഞാൻ അച്ഛനോട് കാശ് ചോദിച്ചാൽ അച്ഛൻ കൂടുതൽ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയും അത് പിന്നെയും വലിയ പ്രശ്നങ്ങളിലേക്ക് എത്തുകയും ചെയ്യും എന്ന് പേടിച്ചിട്ടാണ് ചോദിക്കാതിരുന്നത്. എന്നാൽ അച്ഛൻ്റെ അക്കൗണ്ടിൽ നിന്നാണ് ഇവൻ പൈസ എടുത്ത് തന്നത് എന്ന് എന്നോട് പറഞ്ഞിരുന്നില്ല. അവസാനം അത് അറിഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞതാണ് ഞാൻ എല്ലാം അച്ഛനോട് പറയാമെന്ന്. പക്ഷേ അവനോട്ട് സമ്മതിച്ചുമില്ല. അവൻ ആ പൈസ എങ്ങനെയെങ്കിലും അറേഞ്ച് ചെയ്ത് തന്നുകൊള്ളാം എന്ന് പറഞ്ഞ് എന്നെ വിലക്കിയതാണ്. അപ്പോൾ ബാലൻ, ദേവി നീ ഇത് 2ാം തവണയാണ് ഇത്തരത്തിലുള്ള ബുദ്ധിമോശം കാണിക്കുന്നത്. ഇതിനെ ബുദ്ധിമോശം എന്നൊന്നും പറയാൻ പറ്റില്ല. ഇതുപോലൊരു ദിവസം സിനിമയ്ക്ക് പോകാനായി നീ ടിക്കറ്റ് ബുക്ക് ചെയ്തു, ഓർമ്മയുണ്ടോ? അന്ന് 2 ടിക്കറ്റിന് 1600 രൂപയാണ് എൻ്റെ അക്കൗണ്ടിൽ നിന്ന് പോയത്. പക്ഷേ ആകാശും മീനാക്ഷിയും ഇതുപോലെ ഇവിടുന്ന് ഒരിക്കൽ സിനിമയ്ക്ക് പോയതാണ്. അന്ന് 2 പേർക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യുവാൻ 300 രൂപ മാത്രമാണ് ചെലവ് വന്നത്. മിത്രയ്ക്ക് അമ്പലത്തിൽ പോകുമ്പോൾ ഞാൻ 10 രൂപ കൊടുക്കാറുണ്ട്. എന്നാൽ ആ 10 രൂപയിൽ നിന്നും 5 രൂപ ക്ഷേത്രത്തിൽ കാണിക്കയിട്ടിട്ട് അവൾ 5 രൂപ അവളുടെ സമ്പാദ്യമായി മാറ്റിവെക്കും. നീ ഇതൊക്കെ അറിയാറുണ്ടോ? ഇപ്പോൾ ഞാൻ പറയുകയാണ്, നീ അവരെ കണ്ടു പഠിക്കണം. ഇതൊക്കെ കേട്ടുകൊണ്ട് ദേവി അങ്ങനെ കുനിഞ്ഞ ശിരസോടെ നിൽക്കുമ്പോൾ ആനന്ദ് പറയുന്നുണ്ട്, അച്ഛാ ദേവിയെ കുറ്റപ്പെടുത്തരുത്, അവൾക്കൊരബദ്ധം പറ്റിപ്പോയതാണ്, അച്ഛൻ ക്ഷമിക്കണം. ഓ, ഒരബദ്ധം. എന്തു തോന്നിവാസം കാണിച്ചിട്ടും അവസാനം പണി കിട്ടിയെന്ന് തോന്നുമ്പോൾ അബദ്ധം പറ്റിയെന്നങ്ങ് പറഞ്ഞാൽ മതിയല്ലോ. ഞാൻ വെറുതെ ആര്യനെ സംശയിച്ചു. ഇത് പറഞ്ഞിട്ട് ആര്യന്റെ മുൻപിൽ കൂടി കുനിഞ്ഞ ശിരസുമായിട്ട് ബാലൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്. അപ്പോൾ ഗോമതി ദേവിയോട് ചോദിക്കുന്നുണ്ട്, എടി ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് ഇന്നലെ ബാലേട്ടൻ രാത്രിയിൽ ഈ വിഷയം ഇവിടെ സംസാരിക്കുമ്പോൾ നീ മിണ്ടാതെ നിന്നു അല്ലേ? നിന്നെ കൊള്ളാമല്ലോ. അയ്യോ അമ്മേ, അത് മനഃപൂർവ്വമായിരുന്നില്ല. ആര്യൻ ഈ പൈസയാണ് ആനന്ദേട്ടന് അയച്ചു കൊടുത്തത് എന്ന് എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ ആനന്ദും പറയുന്നുണ്ട്, അമ്മ എനിക്കും ഇന്നലെ രാത്രിയിലാണ് അതറിയാൻ കഴിഞ്ഞത്. ഉടനെ ഗോമതി, ആ ശരി, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അവരവരുടെ കാര്യം നോക്കി ജീവിച്ചോണം. ഏതു ബാധ വന്നാലും കോഴിക്കാണ് കിടക്കപ്പുറതി ഇല്ലാത്തതെന്ന് പറയുന്നത് പോലെ ഈ വീട്ടിൽ എന്തു പ്രശ്നം ആരുണ്ടാക്കിയാലും അതെല്ലാം ബാധിക്കുന്നത് എൻ്റെ മോനെയാണ്, ആര്യനെ. അവനാണെങ്കിൽ എല്ലാവർക്കും വേണ്ടി എല്ലാം ഏറ്റെടുക്കുവാൻ തലയും കുനിച്ചങ്ങ് നിന്നു കൊടുക്കുകയും ചെയ്യും. അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഈ വീട്ടിൽ നിന്ന് അവൻ്റേതല്ലാത്ത കാരണത്താൽ എപ്പോഴെങ്കിലും ഇനി അവൻ പുറത്തു പോകണമെന്ന് ബാലേട്ടൻ പറഞ്ഞാൽ അന്ന് ഗോമതി ആരാണെന്ന് നിങ്ങൾ അച്ഛനും മക്കളും എല്ലാം തിരിച്ചറിയും. ഇത്രയും പറഞ്ഞിട്ട് ദേഷ്യത്തോടെ ഗോമതി അവിടെ നിന്ന് തൻ്റെ മുറിയിലേക്ക് കയറി പോവുകയാണ്. ഈ സമയത്ത് ദേവിയാവട്ടെ ആരുടെയും മുഖത്ത് നോക്കുവാൻ കഴിയാതെ നാണം കെട്ട് നാറി അങ്ങനെ കുനിഞ്ഞ ശിരസുമായിട്ട് നിൽക്കുകയാണ്. തുടർന്ന് ദേവമംഗലത്ത് എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്? കളികൾ മാറി മറിയുവാൻ പോവുകയാണ്. തെരഞ്ഞെടുപ്പിക്കുന്ന മുഹൂർത്തങ്ങൾ വരുവാൻ പോകുന്നു. അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം. അതിൻ്റെ റിവ്യൂവുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.